വരുന്ന ലഹരി, അക്രമവാസന, സൈബർ ക്രൈമുകൾ തുടങ്ങിയ വാർത്തകൾ വർദ്ധിച്ച തോതിൽ മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടു. 2025 ജനുവരി മാസം മാത്രം കേരളത്തിൽ ഏകദേശം 2000 NDPS ആക്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. കുറച്ചധികം കൊലപാതകങ്ങൾ കേരളത്തിൽ ഈ വിഷയത്തിൽ നടന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ 2025 ജനുവരിയിൽ ലഹരി, സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയം ഉയർത്തിക്കാട്ടി SSF ലഹരിക്കെതിരെയുള്ള 1ാം ഘട്ട സമരം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഗ്രാമങ്ങളിൽ ലഹരി വിരുദ്ധ പ്രക്ഷോഭ തെരുവുകൾ, പഞ്ചായത്ത് ഓഫീസ് ധർണകൾ, സമര കൺവെൻഷനുകൾ, ജില്ലാ പോലീസ് മേധാവി ഓഫീസിലേക്കുള്ള മാർച്ചുകൾ തുടങ്ങി ക്യാമ്പസിലും സോഷ്യൽ മീഡിയയിലും ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തുകയും അതിനോട് നല്ല രൂപത്തിലുള്ളൊരു പ്രതികരണം സമൂഹത്തിൽ നിന്നും ലഭിക്കുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, ജനുവരി ഫെബ്രുവരി മാസത്തിൽ കേരളത്തിൻ്റെ പൊതുസമൂഹം ലഹരിക്കെതിരെ ഒന്നായി അണിനിരന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. വ്യത്യസ്ത രാഷ്ട്രീയ സംഘടനകളും ഇതര സംഘടനകളും സർക്കാർ സംവിധാനങ്ങളും നമ്മുടെ സാംസ്കാരിക നായകരുമൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം നടത്തി ചില നിയമ നടപടികളിലേക്ക് സർക്കാർ ഉൾപ്പെടെ നമ്മുടെ എക്സിക്യൂഷൻ സംവിധാനങ്ങൾ നീങ്ങി. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ലഹരി, അതല്ലെങ്കിൽ വിദ്യാർത്ഥി യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്ന അക്രമവാസന, ഈ വിഷയത്തിൽ സമൂഹത്തിൻ്റെ പ്രതികരണം പലപ്പോഴും ഈ പുതിയ ജനറേഷൻ വിദ്യാർത്ഥികളെ വിചാരണ ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണം, ഒരു ആരോപണം അവിടെ അന്തരീക്ഷത്തിലുണ്ട്.